ഷൈലിയാസ് ഫ്രം ഗുഡ് ഡിസൈൻ. പുതിയൊരു കളക്ഷനാണ് ബാംഗ്ലൂർ സിൽക്കിൽ ഒരു ഡിഫറെന്റ് വീവ് വരുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഇതിന്റെ തന്നെ നെക്ക് പാറ്റേണിലും സ്ലീവിന്റെ എൻഡ് ഏരിയയിലും ഒരു ബോർഡർ വീവ് വരുന്നതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആണ് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ. ഒരു കളറാണ് എക്സ്ട്രാ ആഡ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം ഷെയ്ഡിൽ തന്നെ, പക്ഷെ ഡിഫറെന്റ് വീവ് കേട്ടോ. നെക്ക് പാറ്റേണിലും യോ പോർഷനിലും സ്ലീവിന്റെ അപ്പർ ഏരിയയിലുമാണ് ഇതിൽ വീവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്ത് പ്രത്യേക ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ സിൽക്ക് നല്ല കംഫർട്ടബിൾ ക്ലോത്ത് ആണ്. വിത്ത് ജാം കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ക്രേപ്പ് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായ പീസിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് ഐഡി വരെ കൂടെ online.in എന്നാണ്. നമുക്ക് റീപ്ലേസ്മെന്റ് റിഫണ്ടബിൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. മൊത്തം 6 ഷെയ്ഡാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നത് നല്ല ഡാർക്ക് ഗ്രീൻ, കരിം പച്ച എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ബാംഗ്ലൂർ സിൽക്ക് എന്നുള്ള നല്ലൊരു സിൽക്ക് ടെക്സ്ചർ ആണ്, പക്ഷെ നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് കിടക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ടോപ്പ് ലെങ്ത് നമുക്കൊരു 47 to 48 ഉണ്ടായിരിക്കും. 47 എന്തായാലും ആഫ്റ്റർ സ്റ്റിച്ചിങ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ ഇങ്ങനെ ലോങ് ആക്കിയിട്ട് ഒരു 49, 50 ഒക്കെ ലെങ്ത് വരെ കിട്ടും. ബാക്ക് പോർഷനിൽ അപ്പർ ഏരിയയിൽ ജോയിന്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പിന്റെ നെക്ക് പാറ്റേൺ വരുന്നത്. നമുക്കൊരു 6XL അല്ല, ഒരു 8XL സൈസ് വരെ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. സ്ലീവ് പോർഷൻ സെപ്പറേറ്റ് ഇങ്ങനെ വരുന്നത്. സ്ലീവിന്റെ അപ്പർ പോർഷനിലാണ് ഈ ഒരു വീവ് വരുന്നത്. നല്ല സോഫ്റ്റ് ആണ്. നീം സെറിയ കേട്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള സെറിയ വരുന്നത്. അതും നല്ലൊരു ആന്റിക് ഷെയ്ഡ് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വണ്. ഡാർക്ക് ഷെയ്ഡ്, ഡാർക്ക് ഗ്രീൻ ആണ്. സ്ലീവും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. സ്ലീവിന്റെ ഈ ഒരു പോർഷനും കൂടെ വരും, അപ്പർ പോർഷൻ അങ്ങനെയായിട്ട്. വിത്ത് ജാം കോട്ടൺ ബോട്ടം, നല്ല ഡാർക്ക് ഗ്രീൻ ജാം കോട്ടൺ ബോട്ടം. അതുപോലെ തന്നെ ബാംഗ്ലൂർ സിൽക്കിൽ വരുന്ന ദുപ്പട്ട, 4 സൈഡ് വീവ് വന്നിട്ട് ബോഡി ഓൾ ഓവർ ബുട്ടാസ് വരുന്നതായിട്ട് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡാണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. കോഫി ബ്രൗൺ അല്ല, സോറി, കണ്ണിൽ പ്രശ്നം, നല്ലൊരു ഡാർക്ക് പേർപ്പിൾ കളറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലോത്ത് ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റാണ്. ഇപ്പോൾ നെക്ക് പാറ്റേൺ ഇതുപോലെ വരും. അതുപോലെ തന്നെ ജാം കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബോട്ടം. നമുക്കൊരു സിഗരറ്റ് ബോട്ടം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടക്കുന്നതാണ്. അതിലേക്ക് ബാംഗ്ലൂർ സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. നല്ലൊരു ഷെയ്ഡാണ് സെക്കൻഡ് വൺ, ഡീപ്പ് പേർപ്പിൾ കളർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബേൺഡ് ഓറഞ്ച് കളർ കേട്ടോ, അല്ലെങ്കിൽ റസ്റ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. ബാംഗ്ലൂർ സിൽക്ക് അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷൻ വെയറിന് പറ്റിയൊരു പീസാണ്. നല്ല 8XL സൈസ് വരെ ഉണ്ടായിരിക്കും. ജാം കോട്ടൺ തന്നെയാണ് ബോട്ടം വരുന്നത്. വിത്ത് ബാംഗ്ലൂർ സിൽക്കിൽ വരുന്ന ദുപ്പട്ട. അത്യാവശ്യം നല്ല സൈസ് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. 2.5 meters ഉണ്ടായിരിക്കും. നല്ല ലെങ്തി ഒക്കെ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത്. തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ ടോണാണ് വരുന്നത് കേട്ടോ. ഇതിന് നോർമൽ ഒരു ബ്ലൂയിലേക്ക് ഇത് മാറാൻ സ്കോപ്പ് ഉണ്ട്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇത് നല്ല കറക്റ്റ് നമ്മുടെ കിങ് ഫിഷർ ബ്ലൂ, പൊന്മയുടെ കളർ, നീലപ്പൊന്മ എന്നൊക്കെ പറയും. അത് കറക്റ്റ് നീലപ്പൊന്മയുടെ അതേ ഷെയ്ഡാണ് വരുന്നത്. നല്ല രസമുള്ള ഷെയ്ഡാണ്. 4 സൈഡ് ടെസൽഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഫോർത്ത് വൺ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ഷെയ്ഡ് വന്നിട്ട് മെറ്റാലിക് ബ്ലൂ ടോണിൽ വരുന്നത് കേട്ടോ. നല്ല കറക്റ്റ് മെറ്റാലിക് ബ്ലൂ ആണ്. ക്രേപ്പ് ലൈനിങ് ഇട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. സ്ലീവ് പാർട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 8XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സ്ലീവിന്റെ അപ്പർ ഏരിയയിലേക്കാണെങ്കിൽ ഒരു വീവ് വരുന്നത്. ബോട്ടം വരുന്നത് ജാം കോട്ടൺ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടാണ് വരിക. നമുക്കൊരു സിഗരറ്റ് ബോട്ടോ പാരലൽ ബോട്ടോ ഒക്കെ ചെയ്യാൻ നന്നായിരിക്കും. അതിലേക്ക് ദുപ്പട്ട വരുന്നത് ബാംഗ്ലൂർ സിൽക്ക് ആണ്. മെയിൻ ഒരു അട്രാക്ഷൻ എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ബോർഡർ ആണ് കേട്ടോ. ഭയങ്കര വീതി കൂടിയിട്ടും അല്ല, എന്നാൽ ഒരു മിനിമൽ ബോർഡർ വരുന്നത് കാരണം കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ. ഇതാണ് ഫിഫ്ത്ത് വൺ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഷെയ്ഡ് വന്നൊരു അടിപൊളി ഷെയ്ഡാണ്. ഞാനിട്ട് സെയിം ഷെയ്ഡ് മെറൂൺ കളർ കേട്ടോ, ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ചെറുതായിട്ടൊരു റെഡ് മിക്സ്ഡ് വരുന്ന ടൈപ്പ്, റെഡിഷ് മെറൂൺ എന്നാണ് പറയുമ്പോൾ എല്ലാം മെറൂൺ ഷെയ്ഡാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല കംഫർട്ടബിൾ ക്ലോത്ത് ആണ്. നല്ലൊരു ഫംഗ്ഷൻ വെയറിന് പറ്റിയൊരു അറ്റയർ ആയിരിക്കും. ബോട്ടം വരുന്നത് ജാം കോട്ടൺ തന്നെയാണ്. അതിലേക്ക് ബാംഗ്ലൂർ സിൽക്കിൽ വരുന്ന ദുപ്പട്ട. ഓക്കെ, അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 2.5 meters ഉണ്ടായിരിക്കും. ടെസൽഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡാണ് മെറൂൺ കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല ഡാർക്ക്, നല്ല ഭംഗിയുള്ള 5-6 ഷെയ്ഡുകളാണ് വരുന്നത്. അതിലൊരു കളറിന് മാത്രം ചേഞ്ചസ് വരാം. ആ ഒരു എന്താ പറയാ പൊന്മ കളർ കേട്ടോ. നല്ല ഐറ്റാണ്. പക്ഷെ നമ്മൾ വീഡിയോ ചെറുതായിട്ട് ചേഞ്ച് സിൽക്ക് ആയ കാരണം ചെറിയ ബ്രൈറ്റ്നസ് നിൽക്കുന്നുണ്ട്.
സിൽക്ക് മെറ്റീരിയൽ ആയത് കാരണം തന്നെ നമുക്ക് നന്നായിട്ട് എന്താ പറയാ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യേണ്ട ഒക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്, നല്ല അടിപൊളിയായിരിക്കും, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി പേജ് സ്ക്രീൻഷോട്ട് താഴെ അത് നമ്പറിൽ സെൻഡ് ചെയ്യാം. പിന്നെ മെയിൻ എന്താ വെച്ചാൽ റെഡി ടു ഡിസ്പാച്ച് ആണ്. അപ്പോൾ ഇഷ്ടമായ പേജ് സ്ക്രീൻഷോട്ട് താഴെ അത് നമ്പറിൽ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് അടി ഒരു കൂടെ ഓൺലൈൻ.in ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റിസൾട്ട് വരാം. അതിലേക്കും ബൈ.